ഞാനൊരു ദിവസം മരിച്ചു പോകും, പിന്നീട് എന്ത് എന്നുള്ള രീതിയിൽ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരിക. പാപം ചെയ്ത് പാപത്തിൻ്റെ ആ സന്തോഷ മേഖലയിലെല്ലാം പോയി വളരെ ഒരു ഭൗതിക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലത്തെ ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റീവായിട്ട് നമ്മൾ കരുതണം. അതായത് അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ ഒരു ലെറ്റർ ബോക്സിൽ ഒരു അവിടുത്തെ രീതിയിൽ ഒരു ബോംബ് പോലെയല്ല, തോട്ട പോലെയുള്ള ഒരു സാധനം ഇട്ട് അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടുത്തെ കൗൺസിൽ മെമ്പറാണ് അല്ലേ? അതെ, കൗൺസിൽ മെമ്പർ നമ്മുടെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് സിസ്റ്റം, അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതെ. ഇനി എൻ്റെ കാര്യം അങ്ങ് നോക്കിക്കോളാം, ഈശോയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ഒരു ഡീലാണ്. കല്യാണം കഴിഞ്ഞ ദമ്പതികളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാണ്. ഈ വലിയ കുടുംബം എന്നുള്ള ഒരു കാര്യത്തിലേക്ക്, നമ്മുടെ പൂർവികർക്കുണ്ടായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പകുതി പ്രശ്നങ്ങൾക്ക് ഉത്തരവാകും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെയറിങ് ആയിരിക്കും. നമ്മൾക്ക് പിന്നെ അങ്ങനെ ഒരു വഴക്കുകളൊന്നും ഉണ്ടാവില്ല. അത് അല്ലെങ്കിൽ നമ്മൾ ഇവരെ റെഫറി ആയിട്ടൊക്കെ നിൽക്കേണ്ട അങ്ങനത്തെ ഒരു ഈ കുട്ടികൾ എൻ്റെ കുട്ടികളല്ല, ദൈവത്തിൻ്റെ കുട്ടികളാണ്. ഞാനൊരു മാനേജർ പോലെ ഇതിനെ നോക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർലോ ടിവിയുടെ കാത്തലിക് കഫേ എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് കോതമംഗലം കത്തീഡ്രൽ ഇടവകാംഗമായ ശ്രീ ജിബി പുളിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. സ്നേഹപൂർവ്വം ഇവരെ കാത്തലിക് കഫേയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ജിബി ചേട്ടാ, ചേച്ചി, സ്വാഗതം. ഇത് നമ്മുടെ കോതമംഗലം രൂപതയുടെ ഒരു മാധ്യമ വിഭാഗമാണ് കാർലോ ടി വി. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിൽ, നമ്മുടെ സഭാ തലത്തിലും അല്ലാതെയൊക്കെ പലതരത്തിൽ വളരെ എക്സംപ്ലറി ആയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താനൊക്കെയുള്ള ഒരു ശ്രമമാണ് കാർലോ ടി വിയിൽ നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് ഒരു 17 വർഷത്തോളമായി ഓസ്ട്രേലിയയിലാണ് അല്ലേ? അതെ. 2006 ഞാൻ അവിടെ സ്റ്റുഡൻറ് വിസയിൽ പോകുന്നത്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ കുടിയേറ്റമൊക്കെ ആരംഭിക്കുന്ന ആദ്യകാലം ഓസ്ട്രേലിയയിൽ കൂടുതൽ ആൾക്കാർ വന്ന് തുടങ്ങുന്നത് ഏകദേശം ഒരു 2005, 2006 അതിന് ശേഷം. അതിനു മുമ്പ് ഉണ്ട്, പക്ഷെ വളരെ ചെറിയ രീതിയിൽ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു 520 മലയാളികളാണ് ഞാനിപ്പോൾ ചെല്ലുന്ന പെർത്തിലാകെ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 20,000-ഓളം പേരുണ്ട്. വലിയ മൈഗ്രേഷൻ നടന്നത് ഇതിനിടയ്ക്ക്. അപ്പോൾ നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങളും ചേച്ചി എല്ലാവരും ഉണ്ട്. നമുക്ക് എല്ലാവരും പരിചയപ്പെട്ടിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. പേരെന്ന് പറഞ്ഞ പോലെ സാമുവൽ. സാമുവൽ. ജോഷ്. മേരി. എൻ്റെ പേര് ജാക്ക്. എൻ്റെ പേര് പീറ്റർ. അപ്പം ഇവർ 5 പേരാണ്. അതുപോലെ തന്നെ കവിത ചേച്ചിയാണ്, പ്രിയതമ. ഒരു വളരെ സന്തോഷമായിട്ട് പോകുന്നൊരു നല്ലൊരു കുടുംബം. എനിക്ക് തോന്നുന്നു ജിബി ചേട്ടനെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം, സഭയോട് വലിയൊരു സ്നേഹം, ഒരു ഇഷ്ടം മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒത്തിരി പേർക്ക് ഈശോയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ടൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവർക്കും ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു സഭാപരമായ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ കുറഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് ചിലർ എവിടെയെങ്കിലുമൊക്കെ. പക്ഷേ ആ കാര്യത്തിൽ ജിബി ചേട്ടൻ ഒരു വ്യത്യസ്തനാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ സഭയോട് ഇങ്ങനെ ഒരു സ്നേഹം വരാനൊരു കാരണം? എൻ്റെ ഒരു ചെറുപ്പകാലഘട്ടം മുതൽ ഞാൻ സഭയോട് ചേർന്നാണ്. ഇപ്പോൾ കോതമംഗലം കത്തീഡ്രൽ രൂപതയിൽ തന്നെ സൊഡാലിറ്റി, മിഷൻ ലീഗ്, യൂദീപ്തി, ഇതിലെല്ലാം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോൾ സഭയോട് നമുക്ക് അങ്ങനത്തെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനത്തെ അത്രയും ഒരു അറ്റാച്ച്ഡ് അല്ലായിരുന്നു. എന്നാൽ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ജീവിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കാനായിട്ട് ഇടവന്നപ്പോൾ, അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ഞാൻ സഭയോട് പ്രകടിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണല്ലോ സഭ. അപ്പോൾ എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കേണ്ടത് സഭയെ സ്നേഹിച്ചും സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചും സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രതിരോധിച്ചും അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ആ ഒരു ധാരണയിലാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യലി ഇൻസിഡന്റ്, അങ്ങനെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് രീതിയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാൻ ഈ ഓസ്ട്രേലിയയിൽ അവിടെ ചെന്ന്, അവിടെ സ്റ്റുഡൻറ് വിസ ചെന്നു. അത് സ്വാഭാവികമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് സ്റ്റുഡൻറ് വിസ. നമുക്ക് ഒന്ന് ഭീമമായിട്ടുള്ള ഒരു സംഖ്യ വരും അവിടെ ഏത് കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയാലും. ഇവിടെ നിന്ന് പോകുന്ന എല്ലാ മലയാളി കുട്ടികളും ആ ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. ഞാൻ പോയപ്പോഴും 10 മാസത്തെ ഒരു കോഴ്സിന് തന്നെ ഏകദേശം ഒരു 18 ലക്ഷം രൂപ ഫീസായിട്ട് മാത്രം, ബാക്കി എക്സ്പെൻസ് വേറെ. അപ്പോൾ നമ്മൾ ഒത്തിരി ജോലി ചെയ്യണം. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയും കുറേ സമ്പത്തുണ്ടാക്കുക, എല്ലാവരേക്കാളും അല്പം മെച്ചപ്പെട്ടൊക്കെ ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ശരാശരി മലയാളികൾക്കൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്കുണ്ടാകുന്ന ആഗ്രഹമൊക്കെ തന്നെയാണ് എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ നേഴ്സായിട്ടാണ് അവിടെ ജോലി ചെയ്തത്. അവിടെ ഒരു ഫുൾ ടൈം നേഴ്സായിട്ട് ജോലി ചെയ്തു.
ഓവർ ടൈം ചെയ്യുമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. പിന്നീട് ഞാൻ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് എടുത്ത് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു മലയാളി ഒരു ബാലൻ ഡോറിൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു കാറപകടത്തിൽ മരിച്ചുപോയി. അപ്പോൾ കാറപകടത്തിൽ മരിച്ചുപോയപ്പോൾ എനിക്ക് ആ കുട്ടിയെക്കുറിച്ചോ വീട്ടിനെ ആ കുട്ടിയുടെ ആ ഒരു കുടുംബത്തെക്കുറിച്ചോ, അതെ കോട്ടയം ഭാഗത്തു നിന്നുള്ളതാണ്, അവരെക്കുറിച്ച് വലിയ ബന്ധമൊന്നുമില്ല. എങ്കിലും ഒരു മലയാളി എന്നുള്ള ഒരു ഇതിൽ ഞാൻ അവരുടെ വീട്ടിൽ അന്ന് വൈകിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും വളരെ പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിലായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നപ്പോൾ അവർക്ക് ഒരൊറ്റ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി 11 വയസ്സിലാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ അത് എന്തോ ആ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും ഒരിക്കൽ മരിച്ചു പോകും എന്നുള്ള രീതിയിൽ അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ശരിക്കും. ഒരിക്കൽ നമ്മൾ സമ്പാദിക്കാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും, ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകും എന്നുള്ളൊരു ധാരണ വന്നിട്ടില്ല. അതിനാൽ ആ ഒരു സംഭവം എന്നിൽ ഞാനൊരു ദിവസം മരിച്ചു പോകും, പിന്നീട് എന്ത് എന്നുള്ള രീതിയിൽ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരിക. ഇനി ഇപ്പം ഞാൻ ഈ 2 ജോലി ചെയ്യുന്നു, ഞാൻ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു, എല്ലാം വളരെ ബെറ്ററായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും ഞാൻ ആ നേഴ്സായിരിക്കുന്നിടത്തോളമൊക്കെ വളരെ സന്തോഷവും സമാധാനവും സാമ്പത്തികമായിട്ടും ഒക്കെ പോകുന്നു. എങ്കിലും എൻ്റെ മരണശേഷം എനിക്ക് എന്ത് എന്നുള്ള രീതിയിലുള്ള ആ ചോദ്യം, പിന്നെ ഞാൻ എൻ്റെ ജീവിത ആ ഒരു ചോദ്യത്തിൻ്റെ പുറകെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞപ്പോഴാണ് ഇറ്റേണിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യമുള്ളത്. മരണത്തിന് ശേഷമുള്ള നിത്യത, ആ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോകത്തിലെ ജീവിതം ഒരു സ്റ്റേജ്. അതെ, ഇതൊരു ചെറിയ ഭാഗം, ഇത് നമ്മുടെ ഒരു പരീക്ഷ, ഒരു ഇതിന് അപ്പുറത്തേക്ക് റിസൾട്ട് കിടക്കണം. അപ്പൊ ഈ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. അതുപോലെ തന്നെ ഈ ലോകത്തും നമുക്കുള്ള മറ്റു കാര്യങ്ങളെല്ലാം ആ പ്രശ്നങ്ങളെയൊക്കെ ലാഘവമായിട്ടും കാണണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് സമ്മാനിച്ചത് ആ കുട്ടിയുടെ ഒരു മരണമായിരുന്നു. അതിനെ വളരെ സ്വാധീനിക്കുകയും ഞാൻ ആ കുട്ടിയുടെ ദൈവികമായിട്ടുള്ള കുറച്ച് ഇടപെടലും വന്നു. കാരണം ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ഒരു കവിത എഴുതിയത് വലിയ കവിതയാണ്. അപ്പോൾ ഇത് അവരുടെ ആ കൊച്ചിൻ്റെ ഈ ഫ്യൂണറലിൻ്റെ അന്ന് ആ ആൾട്ടറിൽ വെച്ച് തന്നെ ഞാൻ ആ കവിത അവിടെ വായിക്കുകയും അതെല്ലാവരും കരയിപ്പിക്കുകയും അത് അവിടുത്തെ ന്യൂസിലും പത്രത്തിലൊക്കെ വന്നു. പക്ഷെ പിന്നീട് ഞാൻ ആ കൊച്ചിൻ്റെ ജീവചരിത്രം മലയാളത്തിലും ഇംഗ്ലീഷിലും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ജീവിതവും ഒരു പരിവർത്തനത്തിലേക്ക് ഞാൻ അറിയാതെ തന്നെ മാറുന്നു. അപ്പൊ നമുക്ക് ഈ ഓസ്ട്രേലിയയിലേക്ക് ചെന്നതിന് ശേഷം എനിക്കൊന്ന് അവിടെ ചെന്നതിന് ശേഷമാണ് വിവാഹത്തിൽ. ചേച്ചി എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. കല്യാണം കഴിഞ്ഞ് ജാക്കി ഉണ്ടായതിനു ശേഷം അങ്ങോട്ട് ദുബായിലായിരുന്നു. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഇതൊരു വലിയ കുടുംബം കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ഈ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ വലിയ കുടുംബങ്ങൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയ കുടുംബം എന്നുള്ള ചിന്ത ചേച്ചിയും ചേട്ടനും കൂടെ എടുത്തൊരു തീരുമാനം എങ്ങനെ അത് എത്രത്തോളം നമ്മുടെ ഒരു കുടുംബജീവിതത്തെ സന്തോഷമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ചേച്ചി? നന്നായി പോകുന്നു. പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. പിന്നെ അതങ്ങ് ദൈവം തന്നൊരു അനുഗ്രഹം. ഞങ്ങള് അങ്ങനെ വേറൊന്നും നിർത്തണം അങ്ങനെയൊന്നും ചിന്തകളൊന്നും മനസ്സിൽ വന്നില്ല. അത് ദൈവിക ചിന്തയാണെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേർക്ക് വലിയൊരു മാതൃകയാണ്. കാരണം നമുക്ക് ഞങ്ങള് ഇങ്ങനെ 5 പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും മറ്റു ആൾക്കാർക്ക് പ്രചോദനമായി. ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഒത്തിരി ആൾക്കാർക്ക് മക്കളുണ്ട്. ഇപ്പൊ 4 മക്കളും മേലെയായിട്ട് ഒത്തിരി പേരുണ്ട്. 6 പിള്ളേരുള്ള ഫാമിലിയുണ്ട്. ഇവരുടെ ഒരു ആത്മീയ അങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇപ്പോൾ കുഞ്ഞ പ്രായം തൊട്ടേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഒരു സ്പിരിച്വൽ ലൈഫ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പം ജിപിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതെങ്ങനെയാണ് നിങ്ങൾ ഇവരിലേക്കൊന്ന് കൈമാറുന്നത്? ചേച്ചിയുടെ ഒരു ചെറുപ്പം പോലെ തന്നെ ഞാൻ വളർന്നപ്പോൾ അത്ര വലിയ സ്പിരിച്വൽ ലൈഫൊന്നുമല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയും ജിബിയുടെ സിസ്റ്ററാണ്. അപ്പോൾ ചേച്ചിയുടെയൊക്കെ ഉള്ള ഒരു ഗൈഡൻസ് കൊണ്ട് കൂടുതൽ സ്പിരിച്വൽ ലൈഫിലേക്ക് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ വളർന്ന ആ സാഹചര്യത്തിൽ നിന്ന് മാറി പിള്ളേർക്ക് ആ ഒരു സ്പിരിച്വൽ ലൈഫ് കൊടുക്കണം എന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ ചെറുപ്പം മുതലേ അവർ വളരുന്ന കാലഘട്ടങ്ങളിൽ കൂടെ തന്നെ അവരെ എപ്പോഴും ഈ ബൈബിൾ പഠിപ്പിക്കാനും അങ്ങനത്തെ ഉള്ള ഇതിലേക്ക് അങ്ങനെ ജാക്കും പീറ്ററൊക്കെ അതിനകത്ത് ഒത്തിരി ഇൻവോൾവ് ആയി. പിന്നെ ജിപിയും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാറ്റിസ് എക്സാം അതൊക്കെ ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിരുന്നു. നമ്മുടെ ഈ കുടുംബങ്ങൾക്ക് വലിയൊരു മാതൃകയാണ് കേട്ടോ. കാരണം വിദേശ രാജ്യത്താണ്, സാമ്പത്തികമായ സുസ്ഥിതിയൊക്കെ നമുക്ക് നല്ല രീതിയിലുണ്ടെന്ന് ഇവർക്ക് അവകാശപ്പെടാം. ആ സമയത്തും കുഞ്ഞുങ്ങളെ വളരെ കൃത്യമായിട്ട് മതപരമായ കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മുടെ കൗതി ചേച്ചി പറയായിരുന്നു. അപ്പോൾ നമുക്കൊരു മാതൃകയായിട്ട് ഈ കുടുംബത്തെ തീർച്ചയായിട്ടും എടുക്കുക ഈ ഒരു കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും.
ജീവിച്ചേട്ടാ എനിക്ക് തോന്നുന്നു ഈ ഒരു ഓസ്ട്രേലിയ ഒരു സമ്പന്ന രാജ്യമാണ്, അല്ലേ? സമ്പന്ന രാജ്യമാണ്. സാഹചര്യങ്ങളും നമുക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എല്ലാം ഉണ്ട് നമ്മുടെ നാടിനെ അപേക്ഷിച്ച്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാവുന്നൊരു കാര്യം ഒരു സമ്പത്ത് സ്വരുക്കൂട്ടുക, അങ്ങനത്തെ ഒരു ട്രെൻഡ് തീർച്ചയായിട്ടും അവിടെയുണ്ട്. ഒരു ലൗകാരികത കൃത്യമായിട്ട് ഒരു സെക്കുലർ മനോഭാവമൊക്കെ തീർച്ചയായിട്ടും വളരെ ശക്തമാണ്. അവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ വിലപ്പെട്ടതായിട്ട് കാണാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ബോധ്യങ്ങളെ എങ്ങനെ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും? ജീവിച്ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. ഓസ്ട്രേലിയയിൽ നമുക്ക് രണ്ട് രീതിയിലും, ലോകത്ത് എവിടെയും പോലെ തന്നെ രണ്ട് രീതിയിലും ജീവിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അവിടെ ഇത്രയും ഒരു സമ്പന്ന രാജ്യമായതുകൊണ്ട് പാപം ചെയ്ത് പാപത്തിൻ്റെ ആ സന്തോഷ മേഖലയിലെല്ലാം പോയി വളരെ ഒരു ഭൗതിക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ, കാരണം ഞാൻ ജീവിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു 6 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ 2 പള്ളികളുണ്ട്. അതിൽ തന്നെ ഒരു പള്ളിയിൽ നിത്യാരാധന 24 hours അഡോറേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളവിടെ കുർബാന പേഴ്സണലി ഞാൻ കുർബാന മുടക്കാറില്ല. വളരെ അപൂർവമായിട്ടൊക്കെ മുടങ്ങി പോകുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അവിടെ ഈ ക്രിസ്തുവിനെ മറന്നു പോകുന്ന തദ്ദേശീയരെയാണ് നമുക്ക് കാണാനുള്ളൂ. അവർക്ക് ഒരു കാലത്തുണ്ടായിരുന്നു, അന്ന് അവരല്ലെങ്കിൽ അവരുടെ പൂർവികർ നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കാനായിട്ട് ഒത്തിരി ശ്രമിച്ചവരാണ്. തോമാസ് ലീഗയിൽ നിന്ന് നമുക്ക് വിശ്വാസം കിട്ടിയെങ്കിലും പിന്നീട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള മിഷനറിമാരുടെ സഹായവും അവരുടെ കൂടി ഒരു ഇൻവോൾവ്മെൻ്റാണ് നമുക്ക് ഇത്ര ഭേദപ്പെട്ട ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്. അപ്പൊ ഇന്ന് അവർക്കില്ല, നമുക്കുണ്ട്. അതെ, ഇപ്പോൾ 2 ഉള്ളവൻ ഒന്നില്ലാത്തവരെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റീരിയൽ ലൈഫിൽ മാത്രമല്ല, വിശ്വാസത്തിലും ഇത് തന്നെയാണത്. എനിക്ക് നല്ലപോലെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അധികം കൊടുത്തവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ ആഴത്തിലുള്ള ബോധ്യം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ എല്ലാ രീതിയിലും പള്ളിയിൽ പോയി കാര്യം ഇൻവോൾവ്മെന്റിലും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ പ്രേക്ഷിത വേലയ്ക്ക് വളരെ വലിയ ഒരു അവസരമുണ്ട്. കാരണം ഇവരെല്ലാവരും ദൈവത്തെ, ഇപ്പം ക്രിസ്തു എന്ന് പറയുമ്പോൾ ജീസസ് എന്ന് പറയുമ്പോൾ അറിയാത്തവരല്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഏകദേശം അറിയാം. അവർ നമ്മൾ വേറെ സ്ഥലത്ത് വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ സുവിശേഷ വേല ചെയ്യുമ്പോൾ ആഫ്രിക്കയിലൊക്കെ അവരെ എല്ലാം നമ്മൾ പഠിപ്പിക്കണം. ഇവരെ ഏകദേശം അറിയാം, ഇവരെ പൂർവികർ ക്രിസ്ത്യാനികളായിരുന്നു, ഇവര് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങൾ അതെ നിർജീവമായി പോയതാണത്. അപ്പൊ അവരെ കൊണ്ടുവന്ന് വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പകർന്നുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നെ എപ്പോഴും വരുന്നത്. ഞാൻ എപ്പോഴും അവിടെ മറ്റുള്ളവരോട് പറയുമ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടും ഏതെങ്കിലും ചെറിയ വേദിയിലൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ നമ്മളായിരിക്കുന്ന സ്ഥലത്തെ ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റീവായിട്ട് നമ്മൾ കരുതണം. ആ ചുറ്റുപാടിലും ആ ദേശത്തും എന്നെയാണ് കർത്താവ് അവിടുത്തെ ആത്മാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഞാനത് അവിടെ താമസിക്കുന്നത് മൗണ്ട് നസ്വറ എന്ന് പറഞ്ഞ ഒരു മല ഏരിയയിലാണ്. അവിടെ ഒത്തിരി മലയാളികളൊന്നുമില്ല. അവിടെ ഞാൻ അങ്ങനത്തെ ഉള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്യുന്നത്. എനിക്ക് പ്രതികൂലമായിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ അവിടെ തിരിച്ചവരോട് ചെയ്യണേ എന്തെങ്കിലും ഒരു ക്രിസ്തുവിൻ്റെ സ്പർശമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും ഞാൻ അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഞാനത് പബ്ലിക്കായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. ഞാനവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനവിടെ ചെന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് ഈ വെള്ളക്കാരായിട്ടുള്ള തദ്ദേശീയർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരും എൻ്റെ ഒരു ലെറ്റർ ബോക്സിൽ ഒരു അവിടുത്തെ രീതിയിൽ ഒരു ബോംബ് പോലെയുള്ള തോട്ട പോലെയുള്ള ഒരു സാധനം ഇട്ട് അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ഞാൻ അതിനോട് ചെയ്ത് പിന്നീട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഏരിയയിലുള്ള 2000 വീടുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം അവരുടെ ലെറ്റർ ബോക്സിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ അതിന് പ്രതികരിച്ചത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല. അത് തീർച്ചയായിട്ടും നമ്മൾക്ക് നേരിട്ട് ബോധ്യമില്ലെങ്കിൽ ആരെങ്കിലൊക്കെ തീർച്ചയായിട്ടും ആ യോഹന്നാൻ്റെ സുവിശേഷം, ആ സ്നേഹത്തിൻ്റെ സുവിശേഷം തീർച്ചയായിട്ടും അവിടെ സ്പർശിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രോആക്റ്റീവായിട്ട് അതെ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമൊക്കെ ഉള്ളിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം. ഓരോ വിദേശത്ത് പോകുന്ന മലയാളിയും ഒരു മിഷനറി ആയിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. വിദേശത്ത് ഇവിടെ നിന്ന് ആരൊക്കെ നാട്ടിൽ നിന്ന് പോകുന്നോ, നമ്മുടെ കോതമംഗലം രൂപതയിൽ നിന്നാണെങ്കിലും ഇനിയിപ്പോൾ വേറെ ഇടുക്കി രൂപതയിൽ നിന്നാണെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നാണെങ്കിലും ആരെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അതൊരു ക്രിസ്തുവിന് വേണ്ടിയിട്ട് മിഷനറി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവിടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജോലിയോടും എല്ലാത്തിനോടും കൂടെ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയരുത്.
എനിക്ക് തോന്നുന്നു അതൊരു പുതിയ അറിവാണ്. കാരണം നമ്മൾ ഒത്തിരി ഹെക്റ്റിക് ടൈം ടേബിളിലാണ് ജീവിതം ഒന്ന് കരിപ്പിടിപ്പിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ട്. അതിനിടയിൽ ഈ കാര്യം മറക്കരുതെന്നുള്ളതാണ് ജീവിച്ചത്. കുഞ്ഞുങ്ങള് 5 പേര് ഇങ്ങനെ നിരത്തോടെ ഇരിക്കുന്നുണ്ട്, മിടുക്കന്മാരും ഒരു മിടുക്കി മേരിയുണ്ട്. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജീവിതം? നിങ്ങൾക്ക് നാട്ടിൽ വരുന്നതാണോ അതോ ഓസ്ട്രേലിയയാണോ ഇഷ്ടം? എന്ത് തോന്നുന്നു? നാടാണോ ഓസ്ട്രേലിയയാണോ ഇഷ്ടം? ഓസ്ട്രേലിയയാണ് ഇഷ്ടം അല്ലേ? ഓക്കെ. അവിടുത്തെ ഇവരെല്ലാം അവിടെ എന്തുകൊണ്ട് നിങ്ങൾ ഈ നാട് ഇന്ത്യയും അല്ലെങ്കിൽ ഓസ്ട്രേലിയ എങ്ങനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും? ധാരാളം വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ പോലും ഓസ്ട്രേലിയ കുറച്ച് ഡെവലപ്ഡ് ആണ്. ഒത്തിരി സാധനങ്ങളുടെ പൊല്യൂഷനും പിന്നെ ട്രാഫിക്കും അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഇല്ല. അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ ട്രാഫിക്കും പൊല്യൂഷനും ഒക്കെ നിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും മക്കളീറ്ററിന് പിന്നെ ഒത്തിരി അലർജിയുടെ ഒരു ഇതാണ് ഇങ്ങനത്തെ ഡസ്റ്റിന്റെ ഒക്കെ ഇവിടെ വരുമ്പോൾ കൂടുതലായിട്ട്. മേരിയുടെ ഒരു അഭിപ്രായം? അങ്ങനെയൊന്നുമില്ല, പീറ്റർ പറഞ്ഞ സെയിമ്. പിന്നെ ഇവരാണെങ്കിൽ എല്ലാ ടി വി ഉണ്ട്, എപ്പോഴും ഇങ്ങനെ കയറി വരും. അവിടെയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കോഴി ആടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് ഇവര് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ജിബി ചേട്ടാ ഈ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില ശുശ്രൂഷകൾ അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടുത്തെ കൗൺസിൽ മെമ്പറാണ് അല്ലേ? കൗൺസിൽ മെമ്പർ നമ്മുടെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് സിസ്റ്റം, അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവും. അതെ. ഇവിടുത്തെ ഒരു തദ്ദേശീയ സ്ഥാപനം, ഇപ്പൊ ഒരു കോർപ്പറേഷനിലെ കൗൺസിലർ അവിടെ ഞങ്ങളുടെ ഒരാൾ മേയർ ഉണ്ടാവും, ഒരാൾ ഡെപ്യൂട്ടി മേയർ, ബാക്കി കൗൺസിലേഴ്സ്. നമ്മുടെ ഇവിടുത്തെ വാർഡ് സിസ്റ്റം എന്നൊക്കെ പറയാം. അപ്പൊ എങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഇന്ത്യക്കാരനാണ് എങ്ങനെ അവിടെ ഒരു എൻട്രി എങ്ങനെ കിട്ടി? അത് അങ്ങനെ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരേ കാര്യങ്ങൾ ദൈവം നന്മയ്ക്കായിട്ട് പരിണമിക്കും എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റേത്. ഞാൻ ആ ലെറ്റർ ബോക്സിൽ അന്ന് ബോംബിട്ടു എന്ന് പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചെറിയ പുതിയൊരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ മലയാളികളില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ആ MLA താമസിക്കുന്നത് ഞങ്ങളുടെ ഈ താമസിക്കുന്ന ആ ഒരു മലയിൽ തന്നെയായിരുന്നു, ആ ഒരു ഹിൽ ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു. ഭാര്യ പറഞ്ഞു എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞേക്കാം, കാരണം പുള്ളി പാർലമെൻറ്റിൽ കഴിഞ്ഞിട്ട് വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. പക്ഷെ ഞാനത് കഴിഞ്ഞിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പോയി തിരിച്ചിറങ്ങുമ്പോൾ ഏകദേശം ഒരു 6ഓളം മിസ് കോൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിനുശേഷം ആ ഒരു ബന്ധം പിന്നീട് അതൊരു വളരെ സ്ട്രോങ് ആയിട്ടായി, അദ്ദേഹമായിട്ടുള്ള വലിയ സൗഹൃദമായി. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം എന്നെ ഉത്തരവാദിപ്പിക്കാറുണ്ട്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ ആ ബൂത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് എന്നോട് ഇരുത്താറുണ്ട്. പിന്നെ ഇവിടുത്തെ ഉള്ള മലയാളി രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയൊരു ഇതായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മന്ത്രിയാണ്. അതുപോലെ തന്നെ വേറെ ഒരാൾക്കും ഇതേപോലെ തന്നെ ഞങ്ങളുടെ പാരീഷിലുള്ള ഒരാളുടെ കൂടെയും ഇലക്ഷൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ ഏൽപ്പിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം പോയി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ജസ്റ്റിസ് ഓഫ് ദ പീസ് എന്നുള്ള ഒരു തസ്തിക കിട്ടി എനിക്ക്. അപ്പോൾ അത് അവിടുത്തെ ഒരു രീതിയിൽ വരുന്നതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും പോലീസായിട്ട് ബന്ധപ്പെട്ടുന്ന ചില കാര്യങ്ങൾ, കോർട്ടിലും നമ്മൾ ഒരു വോളണ്ടറി ആയിട്ട് കോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു രീതിയിൽ ഒരു പോലീസിനൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിൽ പെട്ടെന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളോട് ഈ കാര്യമൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണം. എന്നാലാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് ദൈവം അവിടെ ഇങ്ങനെ പല മേഖലകൾ കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ബാക്കി നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം കർത്താവിനാണ്. ഞാനും മനസ്സുകൊണ്ട് അങ്ങനെയാണ് ഈ കൂടുതൽ ശുശ്രൂഷയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് എപ്പോഴും സൗഹൃദപരമായിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇനി എൻ്റെ കാര്യം അങ്ങ് നോക്കിക്കൊള്ളണം, ഈശോയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു ഡീലാണ് ഞങ്ങൾ അങ്ങനെ ഇപ്പോഴും. അതുകൊണ്ട് ഈശോയുടെ കാര്യം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യം ഇനിയും ചെയ്യാനുള്ളൂ. അപ്പോൾ ഭംഗിയായിട്ട് എൻ്റെ പിള്ളേരുടെ കാര്യം എല്ലാം തന്നെ കർത്താവ് അത് നല്ല മികച്ച രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടത്. ഇപ്പോൾ ആ ഇദ്ദേഹമായിട്ട് വന്ന ആ സൗഹൃദം കൊണ്ട് ജസ്റ്റിസ് ഓഫ് ദ പീസ് അങ്ങനത്തെ ഒരു ഇത് കിട്ടി. പിന്നെ അവിടുത്തെ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം പലരും പറഞ്ഞു ഇലക്ഷൻ നിന്ന് ജയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വാർഡിലാണ് ഞാൻ നിന്നത്. കാരണം അവിടെ മുഴുവൻ വെള്ളക്കാരായിട്ടുള്ള തദ്ദേശീയരാണ്. മലയാളി വോട്ടുകൾ ആകെ ഒരു 20 വോട്ട് അത്രയും മാത്രമേ ഉള്ളൂ. എങ്കിലും അവിടെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന പ്രതികൂലമായിട്ട് വന്ന ചില ഒത്തിരി ഘടകങ്ങളെല്ലാം മാറിയിട്ട് അത് അനുകൂലമായിട്ട് വന്ന് ഞാനവിടെ ജയിച്ചു. കൗൺസിലിലേക്ക് അങ്ങനെ ഒരു കന്നി അംഗത്തിൽ തന്നെ അങ്ങോട്ട് കടന്നുകൂടാനായിട്ട് പറ്റി. അത് മുഴുവൻ കർത്താവിന് മഹത്വം. എനിക്ക് പ്രത്യേകിച്ച് എങ്ങനെയോ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അങ്ങനെ വലിയ കഴിവുള്ളതോ അല്ലെങ്കിൽ വലിയ ഇംഗ്ലീഷിൽ വലിയ ഇതൊന്നും ഉള്ളതല്ല. ഞാൻ തന്നെ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ച് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഈശോയെ പണ്ടത്തെ മാതിരിയല്ല, ഞാനൊരു കൗൺസിലറായി, ഇനി എങ്ങാനും ഒരു പറയുന്നതിലൊക്കെ ഇച്ചിരി ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ തിരിച്ച് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് തോന്നി, നിനക്കിപ്പോൾ ഉള്ളത് മതി,
നിനക്ക് ഒത്തിരി കഴിവും കാര്യങ്ങളും എല്ലാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കഴിവാണെന്ന് നീയും വിചാരിക്കും, ബാക്കിയുള്ള എല്ലാവരും വിചാരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അറിയാവുന്നവർക്ക് അറിയാം നിന്റെ പുറകിൽ ഞാനുണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അപ്പോൾ ഞാനതിൽ വളരെ കൺവിൻസ്ഡ് ആയി. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം നമുക്ക് കിട്ടും, എല്ലാ കല്ലിലും കിട്ടും. ഇപ്പം മോൻ തന്നെ മൂത്തയാൾ ജാക്ക്, അവനവിടെ 12ാം ക്ലാസ് കഴിഞ്ഞ സ്കൂളിൽ ഒരു 2000 പിള്ളേരോളം പഠിക്കുന്ന സ്കൂളായിരുന്നു. അവിടുത്തെ സ്കൂൾ ലീഡറായിരുന്നു ജാക്ക്. അപ്പോൾ അവൻ്റെ ഓരോ പ്രസംഗത്തിലാണെങ്കിൽ അവൻ ആ യേശുവിനെ സാക്ഷ്യം കൊടുത്തുകൊണ്ട് ഏറ്റവും അവസാനം മേ ഗോഡ് ബ്ലെസ് യു ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആ സ്പീച്ച് എപ്പോഴും അവസാനിക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പീറ്റർ ഇപ്പോൾ അവിടുത്തെ ആ സ്കൂളിലെ തന്നെ കൗൺസിലറാണ്, അവൻ്റെ ഇയർ ലെവലിൽ. ജോഷ് അവൻ്റെ ഇയർ ലെവലിലെ ആ സ്കൂളിലെ കൗൺസിലറാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആ നാട്ടിലെ മറ്റ് മേഖലകളിലേക്ക് നമ്മൾ കിടക്കണം. നമ്മൾ ഒതുങ്ങിപ്പോയി ഈ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടം, നമ്മൾ ഒത്തിരി മാറി നിൽക്കരുത്. പിന്നെ ഞാൻ പല കാര്യങ്ങളും ഉപദേശം തേടുന്നത് ഷാലോമിലെ ബെന്നി പുന്നത്തറ സാറിനോടാണ്. ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചു, സാർ ഇത് ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ സാറ് പറഞ്ഞു ജിബി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ആത്മീയരായിട്ടുള്ള ഉപദേശം തേടുന്ന കുറച്ച് പേരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരും പറഞ്ഞു തന്നത് അങ്ങനെ ഒരു ഇതായിരുന്നു. തമ്പുരാനോട് ചർച്ച ചെയ്യുന്നു, ബാക്കി നമ്മൾ എല്ലാം ദൈവം നമുക്കായിട്ട് ഒരുക്കി തരുന്നു. അതെ അതെ, എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇപ്പം ജിബിചേട്ടൻ വളരെ ഔചാരിതമായിട്ട് വിദേശ രാജ്യത്ത് ഒരു മന്ത്രിയോടും അല്ലെങ്കിൽ അവിടുത്തെ കേന്ദ്രമന്ത്രിയോടും ഒക്കെയുള്ള അടുത്ത സൗഹൃദം, അതുപോലെ അവിടുത്തെ ഒരു കൗൺസിലറാണ്. കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമ്മളെ ഉയർത്തുന്നു എന്നുള്ള, ദൈവത്തിന് വേണ്ടി സമയം, കഴിവ്, സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ദൈവം അത് 10 മടങ്ങായിട്ട് തിരികെ തരും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യമായിട്ട് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങൾ കൂടുതലുള്ള ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എന്താണെങ്കിലും നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി പദ്ധതികൾ നമ്മുടെ രൂപതയിൽ തന്നെ ഈ പ്രാവശ്യത്തെ പാർക്കിൽ അസംബ്ലിയോടനുബന്ധിച്ച് അഭിനന്ദ പിതാവ് പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കാം. പക്ഷെ നിങ്ങളത് പ്രായോഗികമാക്കിയവരാണ്, പ്രാവർത്തികമാക്കിയവരാണ്. എന്താണ് ഈ വലിയ കുടുംബം കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ രണ്ടുപേരും അത് ഷെയർ ചെയ്യാം. ഈ എൻ്റെ അഭിപ്രായത്തിൽ ഈ കല്യാണം കഴിഞ്ഞ ദമ്പതികളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാണ്. ഏറ്റവും വലിയ, അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. അവരുടെ എസ്റ്റേറ്റോ കാറോ വലിയ കെട്ടിടോ ഒന്നുമില്ല. ഈ കല്യാണം കഴിഞ്ഞ ദമ്പതികളുടെ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞ മക്കളാണ്. അപ്പോൾ അത് ആ രീതിയിലാണ് അതിൻ്റെ ശരി. കാരണം നമ്മൾ എത്രമാത്രം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ, ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞ ഒരു തലതെറിച്ചതാണെങ്കിൽ പെട്ടെന്ന് അതെല്ലാം അവരത് ഫിനിഷ് ചെയ്തോളൂ. ഇനി ഈ നേരെ തിരിച്ചാണ്, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഈ മക്കൾ നല്ലതാണെങ്കിൽ അവരിലൂടെ ഇതെല്ലാം വീണ്ടും ഉയർന്നു വരാൻ പറ്റും, റീഗെയിൻ ചെയ്യാൻ പറ്റും. അത് നമ്മളത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളത് കാണുന്നതാണത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനെ വലിയ കുടുംബത്തിന് വേണ്ടി അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട്. വലിയ കുടുംബത്തിന് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുക്കുക, ആഗ്രഹിച്ച അങ്ങനെയല്ല. അതോ ഒരൊറ്റ കാര്യം മാത്രമേ, ഞങ്ങൾ പിള്ളേർ വേണ്ടാന്ന് ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പിള്ളേർ വേണ്ട എന്ന് ഞങ്ങൾ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഓരോ കുട്ടികൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് വന്നത്. ഇപ്പം ജാക്ക് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായി. അപ്പോൾ പിന്നെ ഈ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു പിണക്കങ്ങൾക്കൊന്നും സമയമില്ല. കാരണം കൊച്ചു വന്നു, കൊച്ചിനെ കെയർ ചെയ്യുന്നു. അതൊരു പ്രത്യേകമായിട്ട് പേരൻസ് തമ്മിലുള്ള ഒരു വലിയ അടുപ്പത്തിലേക്ക് വരുന്നു. ഇതിനിടയ്ക്ക് രണ്ടാമത്തെ കുട്ടി വരുന്നു. ഓരോ കുട്ടി വരുമ്പോൾ ഞാൻ ഒരു അനുഗ്രഹവും ദൈവവും അതിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്നതായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു പുറകിൽ ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ടാവും. ഞാൻ മിക്കവാറും ഓരോ കുട്ടികൾ വരുമ്പോൾ അവിടെ ചെറിയ ഒരു പ്രോപ്പർട്ടി മേടിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നിലയിൽ അല്പം മെച്ചമായിട്ട് വരാറുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പരീക്ഷണം കാര്യങ്ങളൊക്കെ വരുമ്പം ഇപ്പം ഒരു രാഷ്ട്രീയൻ്റെ മോൻ ഇവിടെ ഈ വീടിൻ്റെ തന്നെ മുകളിൽ നിന്ന് തലയടിച്ച് താഴെ വീണു, അൺകോൺഷ്യസ് ആയിപ്പോയി. ഇങ്ങനെയുള്ള ഒത്തിരി നമുക്ക് ഇതെല്ലാം അത് ഓവർകം ചെയ്യുമ്പോൾ ഒരു സുഖകരം ഒരു നൊമ്പരെന്ന് പറഞ്ഞ കണക്ക് ആ രീതിയിലേക്ക് ഇതും ഒരു സന്തോഷമായിട്ട് വരും. ഇപ്പോൾ വലിയ കുടുംബത്തിൻ്റെ അത് നമ്മുടെ കുടുംബമായിട്ട് ചിന്തിക്കുമ്പോൾ ആ ആംഗിളിൽ നോക്കുമ്പോൾ എല്ലാ രീതിയിലും നമുക്കൊരു അനുഗ്രഹം. നമ്മളിപ്പോൾ ഞാൻ ഇലക്ഷനിൽ നിന്ന് ജയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നാമത്. രണ്ടാമത്തെ കാര്യം ഈ കോണ്ടാക്ട് കൂടുതൽ വന്നത് എൻ്റെ പിള്ളേരുടെ എണ്ണം കൂടുതലുണ്ട്. അപ്പൊ പിള്ളേരുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് കുറെ പേര്, അപ്പോൾ അവരുടെ പേരൻസിലേക്ക് എനിക്ക് റീച്ചായി. അതുപോലെ തന്നെ ജാക്ക് സ്കൂളിൽ അവൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നുകൊണ്ട് അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ആയിട്ട് അവനുള്ളൊരു ബന്ധം. അപ്പോൾ അങ്ങനെ വരുന്നതെല്ലാം അപ്പോൾ ഈ 4 പേരുടെയും
ഈ കൂട്ടുകാരുടെ പേരൻസിന്റെ വോട്ട് എനിക്ക് 4 പേര് അല്ല 5 പേരുടെ കൂട്ടുകാരുടെ പേരൻസിന്റെ വോട്ട് അവരിലേക്കൊക്കെ റീച്ച് ചെയ്യാൻ ഇതുണ്ട്. അതെ, പിന്നെ എൻ്റെ ആ ഫ്ലയേഴ്സ് വീട്ടിൽ കൊണ്ടുവന്നിട്ടപ്പോഴാണെങ്കിലും ഇപ്പം ഞങ്ങളൊരു ടീമായിട്ടാണ് പോയത്. കവിത വന്നിട്ടില്ലായിരുന്നു, ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോയി ഇടും. അപ്പോൾ എല്ലാവരും ഒരാൾ ഈ സ്റ്റേറ്റിലേക്ക് ഒരാൾ അപ്പുറത്തെ സ്റ്റേറ്റിലേക്ക് പോയി, അങ്ങനെ ഒരു ടീം വർക്കായിട്ട്. ആ സമയത്ത് വേറെ ഒരു സ്ഥാനാർത്ഥിക്കും സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ബാക്കപ്പ് ഇല്ലായിരുന്നു. എനിക്കിവിടെ ബാക്കപ്പ് ആയിട്ട് എൻ്റെ ഓൺ ടീമായിരുന്നു 100%. ഇപ്പൊ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു ടീം വർക്കിലാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടീം വർക്ക്, ആ ടീം വർക്ക് തോപ്പിക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ തന്നെ ഒരു ഓൺ ടീം, അതൊരു വലിയ സന്തോഷമാണ്. അതിനകത്തുള്ള ഇണക്കവും പഴക്കവും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒരുമിച്ച് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ട് തുറന്നു ടക്കേന്ന കാര്യം നടക്കും. ഇപ്പൊ അച്ഛൻ വരുന്നു, ചിലത് അച്ഛൻ വരുന്നത് പെട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾ ആ മുറിയിലേക്ക് ഈ മുറിയിലേക്ക് എല്ലാം പെട്ടെന്ന് നമുക്ക് ഒരു പെർഫെക്റ്റ് മീറ്റൊക്കെ ഒന്ന് നോക്കി, അപ്പൊ എല്ലാം നമുക്ക് ആ ഒരു രീതിയിലാകും. അതൊരു വലിയ സന്തോഷം. ഈ സന്തോഷമായിരുന്നു നമ്മുടെ കാരണവന്മാര് പൂർവികരെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം കുടുംബവും വലിയ കുടുംബമായിരുന്നു. ഇനി ഒരൊറ്റ കാര്യങ്ങളെ കൂടി പറഞ്ഞ് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം നിർത്തുക. അതായത് നമ്മുടെ ഈ സഭയിൽ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒത്തിരി സൊല്യൂഷൻസ് ഇങ്ങനെ ആലോചിച്ച് ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് അതിൻ്റെ മേലിൽ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വലിയ കുടുംബം എന്നുള്ള ഒരു കാര്യത്തിലേക്ക്, നമ്മുടെ പൂർവികർക്കുണ്ടായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പകുതി പ്രശ്നങ്ങൾക്കും ഉത്തരവാകും. ഒരു ഭാവിയിലേക്ക് ഒരു ലോങ് ടൈം ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാമൂഹികമായിട്ട് നമുക്കുള്ള പല വെല്ലുവിളികൾക്കുമുള്ള ഉത്തരം ഈ വലിയ കുടുംബം എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് ഉള്ളതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നുള്ള ഒരു അഭിപ്രായം. ഈ കവിത ചേച്ചിയുടെ ഒരു കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിശീലിപ്പിച്ചു വരുന്നത് എനിക്ക് തോന്നുന്നു അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെയിൻ എടുക്കുന്നത്. ഫിസിക്കൽ സ്ട്രെയിനും അതുപോലെ തന്നെ ഒരു മെന്റൽ സ്ട്രെസ്സും ഒക്കെ ചിലപ്പം നമുക്ക് ഈ അപ്പന്മാർക്ക് കുറവുണ്ടെന്നല്ല പറയുന്നത്, എന്നാലും അമ്മമാർക്ക് ഇത്തിരി കൂടുതലുണ്ട്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ. എങ്ങനെയാണ് ഇവരിങ്ങനെ പരിശീലിപ്പിച്ച്? ഞാൻ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒന്നും ആരും വീട്ടിലില്ല. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ദിവസം കിടത്തുള്ളൂ. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോർമൽ ലൈഫിലേക്ക് കിടക്കുക. വേറെ ഒരു റെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം 4ാമത്തെ 5ാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴും ജാക്ക് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ അമ്മ ഇതുപോലെ കഷ്ടപ്പെടുന്നു. ഞാൻ ചിലപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ ബാഗിൽ വെച്ചിട്ടായിരിക്കും കറിയൊക്കെ അരിയുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവൻ കണ്ടുകൊണ്ട് ഇവൻ സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞിനെ കുളിപ്പിക്കാൻ. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും സാമുവൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവൻ കുളിപ്പിക്കുമായിരുന്നു. 4 മാസമായ കുഞ്ഞിനെ ഇതിനകത്ത് കിടത്തി കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് ജാക്ക് വരുന്നത് നോക്കിയിരിക്കും കുഞ്ഞ്. അവന് ഭയങ്കര സന്തോഷം. എന്നെക്കാളും കൂടുതലൊരു അടുപ്പം അവനായിരുന്നു. പിന്നെ അവൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കുക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഞാനന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ജാക്കിന്റെ പ്രവർത്തനത്തിൽ കണ്ട് മറ്റു പിള്ളേരും അതുപോലെ ചെയ്യാൻ നമ്മളൊരു ഫുൾ ടീമായിട്ട് എപ്പോഴും ഉണ്ടാവും. അത് നല്ല രസമാണ്, ഒരുമിച്ച് കളിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഈ സാമൂഹ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സാമൂഹ്യം എങ്ങനെയായിരുന്നു? സാമൂഹ്യന്റെ കെയറിങ്ങും ശ്രദ്ധയൊക്കെ കൊടുത്തോണ്ടിരുന്നത്? സാമിനായിരിക്കൊക്കെ അമ്മ നല്ല കുളിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പൊക്കെ സാമി എൻ്റെ കൂടെ ഒരുമിച്ച് എപ്പോഴും കിടക്കാറുണ്ട്. സാമൂഹ്യം ഓർക്കുന്നുണ്ടോ? സാമൂഹ്യം ഓർക്കുന്നുണ്ടോ? ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവുമായിരിക്കും. കാരണം കൂടുതലും അവനോട് അറ്റാച്ച്മെന്റ്. ഇപ്പൊ കിടക്കാൻ പോവാണെങ്കിലും ചെന്ന് ചോദിക്കും, ഞാൻ കിടന്നോട്ടെ കൂടെ കിടന്നോട്ടെ. ഇഷ്ടമാണ് കൂടുതൽ ജാക്കിന്റെ കൂടെ കിടക്കാൻ, മറ്റുള്ളവരെക്കാളും കൂടുതൽ. എന്തൊരു സെക്യൂരിറ്റി ഫീലിംഗ് അവനുണ്ട്. നിങ്ങൾ ഒരു ടീമാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലേ? അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സ്നേഹബന്ധം. ഞാൻ നൈറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ എല്ലാവരും പുറത്തുള്ളവരെ ചോദിക്കാറുണ്ട് എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ നൈറ്റ് കഴിഞ്ഞ് കിടക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോറ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതി, ബാക്കി പിള്ളേര് കറികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് എല്ലാവർക്കും ചെയ്തു. ബേക്കൊക്കെ ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഞാനില്ലെങ്കിൽ ജാക്ക് ചായയൊക്കെ ഉണ്ടാക്കി ജിപ്പ് കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തോളും. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെയറിങ് ആയിരിക്കും. ഇവര് നമ്മൾക്ക് പിന്നെ അങ്ങനെ ഒരു വഴക്കുകളൊന്നും ഉണ്ടാവില്ല. അത് അല്ലെങ്കിൽ നമ്മൾ ഇവരെ റെഫറി ആയിട്ടൊക്കെ നിൽക്കേണ്ട അങ്ങനത്തെ ഒരു ഇടയ്ക്കുണ്ട്. എങ്കിൽ തന്നെ ഇത് കമ്പാരിറ്റീവ്ലി അത് വളരെ കുറവായിരിക്കും. ഇപ്പൊ ജാക്കി കവിത പറഞ്ഞ പോലെ തന്നെ അവനൊരു ഡെപ്യൂട്ടി ഡാഡി പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യും. അവൻ ചെയ്തതില്ലെങ്കിൽ അവനെ കണ്ടപ്പോഴത്തേക്കും ഫീറ്റർ പഠിച്ചു. അപ്പൊ അങ്ങനെ പിള്ളേരൊക്കെ ആ ഒരു ഇതിൽ പോയി. എവിടെ ചെന്ന് ഇപ്പൊ ഒരു ഇച്ചിരി എവിടെയും ദൂരെ പോയി നമുക്കൊരു ഭക്ഷണം കിട്ടാനൊക്കെ ആയിട്ട് ഇച്ചിരി വൈകിയോ ഇതൊന്നും ഇവർക്ക് അത്ര വിഷയമില്ല.
വിഷയമില്ല. വേറൊരു പിള്ളേർ 1-2 പിള്ളേർക്ക് ഒക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ആ സമയത്തേക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് അതിനോട് കൂടി അവരങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ട് പൊക്കോളും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ എല്ലാം എനിക്ക് വേണ്ട നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് കുറച്ചുകൂടി കൂടുതൽ ഞാൻ വലിയ കുടുംബങ്ങളിലാണ് കണ്ടിരിക്കുന്നത്. ഈ പേരൻസിന് കൂടുതൽ യഥാർത്ഥത്തിൽ ഈ സ്ട്രെസ് കുറവ് വലിയ കുടുംബങ്ങൾ നോക്കുന്നതിന്. ഇപ്പം ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുടെ കുടുംബമൊക്കെ കാണാറുണ്ട്. അവർ ആ പിള്ളേരെ ഈ കൺവിൻസ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞങ്ങൾ ശരി ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഞാൻ ആ രീതിയിലൊക്കെ ഞങ്ങൾ കുറച്ച് ഫ്രീ ആണത്. ഇവരത്രയും നമുക്കൊരു സ്ട്രെസ്സോ അങ്ങനെയൊന്നും തരാറില്ല. ഒരുവിധമൊക്കെ കാര്യങ്ങൾ ഇവർ തന്നെ അങ്ങ് റിസോൾവ് ചെയ്തോളൂ. അത് വലിയ കുടുംബങ്ങളുടെ വലിയൊരു നന്മയാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് അവർ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ജിബി ചേട്ടൻ ഒരു പുതിയ ഒരു ടൈം തന്നെ നമുക്ക് തന്നു. മൂത്ത കുട്ടിക്ക് ഡെപ്യൂട്ടി ഡാഡി, അതായത് ഒരു വൈസ് പ്രിൻസിപ്പൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പിതാവിൻ്റെ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബനാഥൻ്റെ അഭാവത്തിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ ഒരാൾക്ക് പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ഒത്തിരി കുടുംബത്തിലേക്ക് വരിക എന്നുള്ള വലിയൊരു അനുഗ്രഹമാണ് എന്നതിൻ്റെ ഇവരുടെ ജീവിതം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ചിലപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നും ഇവർ ഓസ്ട്രേലിയയിലൊക്കെ താമസിക്കുന്നവരാണ് അല്ലേ, അത്യാവശ്യം നല്ല സാമ്പത്തിക സുസ്ഥിതിയൊക്കെ ഉണ്ട്, ഞങ്ങളിവിടെ പാവപ്പെട്ടൊരു കുടുംബമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നാൽ സ്കൂളിലെ ചിലവ്, ബാക്കി ചിലവ്, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ നടക്കുവച്ചാ എന്ന് ചിലപ്പോൾ കേൾക്കുന്നവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ജീവിച്ചേട്ടാ നമുക്ക് എന്താണ് അതിനൊരു സൊല്യൂഷൻ? എൻ്റെ ഒരു ഇതിൽ ഈ കുട്ടികളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ അതിനെ കാണുന്നത്, ഈ കുട്ടികൾ എൻ്റെ കുട്ടികളല്ല, ദൈവത്തിൻ്റെ കുട്ടികളാണ്. ഞാനൊരു മാനേജർ പോലെ ഇതിനെ നോക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ കുട്ടികൾ എൻ്റെ കുട്ടികളല്ല, ദൈവത്തിൻ്റെ കുട്ടികളാണ്. ഞാനൊരു മാനേജർ പോലെ ഇതിനെ നോക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ടെൻഷൻ അടിക്കേണ്ടത് ഇതിനുള്ള പൈസയും കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തോളൂ. നമ്മൾ ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവരെ വളർത്താനും ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടതെല്ലാം ദൈവത്തിനെ കൊടുത്തോളൂ. എനിക്കത് പല കാര്യങ്ങളിലും അനുഭവമുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ആദ്യം ജാക്കി പോയ സ്കൂളിൽ അവിടുത്തെ ആദ്യത്തെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുള്ളത് ജാക്കിയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എങ്ങനെയാണ് ഇവനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവനാണെങ്കിൽ വീട്ടിലെപ്പോഴും ഞങ്ങൾ മലയാളം പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് അത്ര കുറവാണ് കാര്യങ്ങളാണ്. അപ്പോൾ പിന്നീട് 2ാമത്തെ വർഷം ചെന്നപ്പോഴത്തേക്കും ആ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലും 2, 3, 4, 5 എല്ലാ ക്ലാസ്സിലും അതിൻ്റെ അവാർഡുകളെല്ലാം തന്നെ ഇവനായിരുന്നു കിട്ടുന്നത്. 6ാം ക്ലാസ്സൊക്കെ ആദ്യം സ്കൂളിലെ സ്കൂൾ നാട്ടിലെ കുട്ടികളെ തന്നെ മറികടന്നു. ഇവൻ പെട്ടെന്ന് തന്നെ ഇവനാ മറികടന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ടത് ദൈവം നോക്കിക്കോളൂ. ഇത് ദൈവത്തിൻ്റെ കുട്ടികളാണ്, നമ്മളത് ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ ദൈവം തന്നെ നോക്കിക്കോളൂ. പിന്നെ കുട്ടികൾ നമുക്ക് ഒരു പ്രത്യേക അങ്ങനത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ആയിട്ടുണ്ടാക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ദരിദ്ര കുടുംബത്തിൽ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഉള്ളൊരു സംഭവം ഉണ്ടായിക്കോളാം. ഇപ്പം നമ്മുടെ കോതമംഗലം രൂപതയെ സംബന്ധിച്ചോളം എനിക്ക് ഒത്തിരി ഒരു വളരെ ഇഷ്ടം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീരുമാനം പിതാവ് 4ാമത്തെ കൊച്ചിനെ മാമോസ് മുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ 25,000 രൂപയുടെ ഒരു ചെക്കും കൊടുക്കുന്ന ഒരു പരിപാടി പിതാവ് ചെയ്യുന്നു. കത്തിലിൻ്റെ ഇടവക പോലെയുള്ള പല ഇടവകകളും 10,000 രൂപയുടെ ഇത് ചെയ്യുന്നു. മറ്റ് ചില കാര്യങ്ങളിലും പല കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒത്തിരി ചെയ്യുന്നുണ്ട്. എങ്കിലും കുറച്ചൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർ സഹായിക്കാനായിട്ട് സന്മനസ്സായിട്ടുള്ള അനേകം പേര് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ട്യൂഷൻ ഫീസ് കൊടുക്കാനില്ല, അല്ലെങ്കിൽ ഒരു കൊച്ചിന് ഒരു ഇന്ന കോഴ്സിന് അങ്ങനെയൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സഹായിക്കാനായിട്ട് ഒത്തിരി പേര് സംവിധാനങ്ങൾ നിലവിൽ നമുക്കുണ്ട്. ജിബി ചേട്ടാ, നമുക്ക് ഈ തിരിച്ച ഓസ്ട്രേലിയയുടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാമെന്ന് ചിന്തിക്കാം. അതായത് എനിക്ക് തോന്നുന്നു ജിബി ചേട്ടൻ അവിടെ ചെയ്യുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റ് ചാപ്ലിൻ അല്ലേ, ഞാനത് കേട്ടൊരു സംഭവമാണ്. വിശദാംശങ്ങൾ എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ ചെന്ന് കണ്ടെത്തിയ ഒരു സാധ്യതയാണ്. എന്താണ് ആ വാക്ക്, ഒരു പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രീറ്റ് ചാപ്ലിൻ? ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ഈ ലിവിങ് പ്രസൻസ് ഓഫ് ജീസസ്. നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം. ഈശോയ്ക്ക് വേണ്ടി അടങ്ങിയിരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ സന്തോഷം കാര്യങ്ങളെല്ലാം മെയിനായിട്ട് അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർക്കാറുണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഒരു അവർത്തുകാരൻ ഒരാൾ, അദ്ദേഹം സ്ട്രീറ്റ് ചാപ്ലിനാണ്. സ്ട്രീറ്റ് ചാപ്ലിൻ മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നത്, അത് വർക്കിംഗ് ഫോർ ജീസസ് ഓൺ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ
ഈശോ ജീവിച്ചിരുന്നപ്പോൾ ചെയ്യുന്ന ആ ശുശ്രൂഷകൾ, അശരണരെയും രോഗികളെയും കണ്ടുമുട്ടുന്നവരെ എല്ലാവരെയും ഒരു ആശ്വാസ വാക്കെങ്കിലും പറയാതെ സുഖപ്പെടുത്താതെ ഈശോ കടന്നു പോയിട്ടില്ല. അപ്പം അതേപോലെ നമ്മളും അവരെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ആ കുർബാനയ്ക്ക് അന്ന് കവിതയായിരുന്നു പോയത്, ഞാനന്ന് ആ കുർബാനയ്ക്കല്ല പോയത്. പക്ഷെ ഇവളന്ന് വന്നപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് വന്ന് അപ്പയ്ക്ക് ഈ ജോലി നന്നായിട്ട് ചേരും. അപ്പോൾ അതിന് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് സ്ട്രീറ്റ് ചാപ്ലിൻ ആവുന്നത്. അപ്പോൾ അതിനകത്ത് ബി എ ഗുഡ് സമറിറ്റൻ ഓൺ ദ സ്ട്രീറ്റ്, ഒരു നല്ല സമറിയാക്കാരനായിട്ട് ഈ തെരുവുകളിൽ ആവശ്യക്കാരുടെ അടുത്ത്. അപ്പം നമ്മൾ മിക്കവാറും അവിടുത്തെ തെരുവുകളിൽ കൂടുതലും ആവശ്യക്കാരായിട്ടുള്ളവർ മദ്യപാനത്തിനും മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ടവരായിരിക്കും. പക്ഷേ ഈ സ്ട്രീറ്റ് ചാപ്ലിൻ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ ഒരു പോളിസി, ആ ഒരു സംഘടനയുടെ ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും വിധിക്കുന്നില്ല. അവൻ്റെ പ്രത്യേക സാഹചര്യങ്ങളായിരിക്കാം അവനെ മദ്യപാനിയാക്കിയത്, മയക്കുമരുന്നിന് അടിമയാക്കിയത്, കുടുംബത്തിലെ സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ജ്ഞാനക്കുറവായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നമ്മൾ അതിനെ വിധിക്കുന്നില്ല, നേരെ മറിച്ച് ആ വ്യക്തിയെ സഹായിക്കുകയാണ്. അദ്ദേഹം ഒരു ഇച്ചിരി അപകർഷതാബോധത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലാണെങ്കിൽ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടത് എന്താണെന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നൈറ്റ് ക്ലബിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ പോയി നിൽക്കും. അവരായിരുന്നു നമ്മുടെ എല്ലാ രീതിയിലുള്ള തിന്മകളും നടക്കുന്ന ഒരു കാര്യമാണ് നൈറ്റ് ക്ലബ്ബ്, ഈ നിശാ ക്ലബ്ബ് എന്നൊക്കെ ഇവിടെ പറയാം. അപ്പോൾ അവിടെ നമ്മൾ ഈ അവിടുത്തെ പെൺകുട്ടികളൊക്കെ ഈ വലിയ ഹൈ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് അവർ മദ്യപിക്കാൻ പോകും. തിരിച്ചു വരുമ്പോൾ ഇവർക്ക് അതിട്ട് നടക്കാൻ പറ്റില്ല, അവർ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ചെരുപ്പ് കാലിൽ ഊരി പിടിക്കുമ്പോൾ അവിടെ മുഴുവൻ കുപ്പിച്ചില്ലായിരിക്കും, ഈ ബീർ കുപ്പിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത്. നമ്മളവരെ നമ്മുടെ ബാഗിൽ ചെരുപ്പൊക്കെ ഉണ്ടാക്കി ഇത് ഇവർക്ക് കൊടുക്കും. അപ്പോൾ ഇവർ നമ്മളോട് ചോദിക്കും, ഇതെന്ത് നിങ്ങൾ ഞങ്ങൾക്ക് ചെരുപ്പ് തരാനുള്ള ആഗ്രഹം, ഇത് കാരണം എന്താ? അപ്പോൾ നമ്മൾ പറയും, ഞങ്ങളൊരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ്, ഞങ്ങൾ ഈശോയെ ഫോളോ ചെയ്യുന്നവരാണ്. ഈശോ ജീവിച്ചിരുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളെപ്പോലെ ആവശ്യമുള്ളവർക്കെല്ലാം കൊടുത്തുകൊണ്ട്, അതാണ് ഞങ്ങളുടെ ഒരു വിഷൻ, അതാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ആ മദ്യപിച്ചിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് കുറച്ച് കേൾക്കാനായിട്ടാണ്. അതായത് നമ്മൾ ഒരു മോശക്കാരാണെന്നൊക്കെ സമൂഹം മുദ്രകുത്തുന്ന സ്ട്രീറ്റ് ചാപ്പലിന്റെ ഒരു ഇത് ആരെയും വിധിക്കരുത് എന്നുള്ളത്. അവരെ സ്നേഹിക്കുക. അവരായിരിക്കുന്ന ക്രിസ്തു എപ്പോഴും ഈ പാപികളുടെ കൂടെയും ചുങ്കക്കാരുടെ കൂടെയും കഴിഞ്ഞതാണ്. നമ്മുടെ മാതൃക അതാ. എന്നാൽ നമ്മളായിരിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും അത് ദൈവകൃപയാലാണ്. സ്ത്രീ പറഞ്ഞ കണക്ക് ഞാൻ എന്തായിരിക്കും അത് കൃപയാലാണത്. അപ്പോൾ കൃപ കൂടുതലുള്ളതുകൊണ്ടാണ് അച്ഛൻ വൈദികനായതും ക്രിസ്തുവിൻ്റെ അഭിഷിക്തനായതും ഞാനിങ്ങനെ ഒരു മിനിസ്ട്രിയിലേക്ക് പോയതും ഇങ്ങനെ ഒരു വേറെ രീതിയിലേക്ക് പോയത് ഇങ്ങനെ വന്നത് അത് ക്രിസ്തുവിൻ്റെ കൃപയാലാണത്. അപ്പോൾ ആ ഒരു കൃപ നമുക്ക് കൂടുതൽ കിട്ടിയപ്പോൾ അത് അത്രയും കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ സ്ട്രീറ്റ് ചാപ്പലിൻ അവിടെ ഒരു വലിയ ഒരു ചലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ പോലീസ് തന്നെ പറയുന്നത് സ്ട്രീറ്റ് ചാപ്പലിൻ ഡ്യൂട്ടിയിലുള്ള സമയത്ത് ക്രൈം 40% കുറവുണ്ടെന്ന് അവിടുത്തെ പോലീസ് കമ്മീഷണർ പറഞ്ഞായിരുന്നു. മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ അത് സ്ട്രീറ്റ് ചാപ്പലിനുള്ള ഒറ്റ കാര്യമാണ്. ഇപ്പം ഞാൻ അതിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമാണ് അതിൽ പ്രവർത്തിക്കുന്നുള്ളൂ, മറ്റു തിരക്കുകളൊക്കെ വന്നപ്പോൾ. പക്ഷേ അത് നമുക്ക് തന്ന ആ ഒരു ദർശനം വലിയ ഒരു ഇതാണ്, വലിയൊരു വിഷനാണ് നമുക്കത് സ്ട്രീറ്റ് ചാപ്പലിൽ നിന്നുള്ള കാര്യം നടന്നത്. കാരണം പലപ്പോഴും ഈ ക്രിസ്തുവിൻ്റെ പേരിൽ നടക്കുന്നവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകളുടെയൊക്കെ എണ്ണം ഒത്തിരി കുറഞ്ഞു. അത് നമ്മൾ ഈ പള്ളിയിൽ കേന്ദ്രീകൃതമായിട്ട് ക്രിസ്തുവിനെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി നടക്കുക, ആർക്കും കൊടുക്കുകയില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ പോവാണ്. അപ്പോൾ ഇതേ സംബന്ധിച്ചിടത്തോളം ഇത് ഷെയർ ചെയ്യും. അപ്പോൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കും, ഇതെന്താണ് ഈ സ്ട്രീറ്റ് ചാപ്പലിൻ, നിങ്ങൾ എന്താണ് എന്ന് പറയും. ഒരു ദിവസം ഞാൻ സ്ട്രീറ്റ് ചാപ്പലിൻ ഡ്യൂട്ടി ചെയ്ത് തീരാറെയായി. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഇരുട്ടായ സമയത്ത് ഒരു അരുവിയുടെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ഭയങ്കര കരച്ചിൽ കിട്ടി, ഏങ്ങലടിയുടെ ഒരു സൗണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ചാപ്പലിനോട് പറഞ്ഞു, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു മധ്യവയസ്കയായിട്ടുള്ള യുവതി അവിടെ ഭയങ്കര ഒരു സ്ത്രീ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചെന്തെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതതിൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് പിരിഞ്ഞ് ഇരിക്കുകയാണ്. അതിൻ്റെ 4 കുട്ടികളെയും അവിടുത്തെ ഈ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളവരെ കുട്ടികളെ നോക്കുന്ന ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ, അവർ DCP ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ അവരെ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അന്ന് വൈകുന്നേരം. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാളെ വിട്ടിട്ട് പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ പോലീസുകാരുമായിട്ട് വന്ന് ഈ സ്ത്രീയെ അവിടെയുള്ള ഒരു മാനസിക ആശുപത്രിയിൽ പെട്ടെന്ന് കൊണ്ടുവന്നാക്കി കൗൺസിലിംഗ് എല്ലാം കൊണ്ടുവന്നാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മളൊരു ജീവിതം അവിടെ സേവ് ചെയ്യുക ചെയ്ത്, ഒരു ജീവിതം നമ്മൾ അവിടെ സേവ് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ശുശ്രൂഷകൾക്ക് നല്ലൊരു അവസരം നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ നിന്നൊരു പ്രാർത്ഥനയുടെ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്കറിയാം.
അത് ഈ കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ കൊടുക്കുന്നു? ഒരു ഡേ എങ്ങനെ നിങ്ങളുടെ ആരംഭിക്കുന്നു? എങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു തലത്തിൽ? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാനായിട്ട് ഒത്തിരി വെല്ലുവിളികളുണ്ട്. കാരണം ഈ ശാസ്ത്രം വളരുമ്പോഴും ഇത് പലപ്പോഴും ഒരു വെല്ലുവിളിയുടെ രൂപത്തിലൂടെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതായത് ഏതൊരവസ്ഥയിലും അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു പ്രതിരോധം, ഒരു ഇമ്മ്യൂണിറ്റി ഈ നമുക്ക് വേണം. ഈ ലോക ജീവിതത്തിനോടും ഈ പാവ സാഹചര്യങ്ങളോടൊക്കെ വേണം. കാരണം മനുഷ്യനെപ്പോഴും ദൗർബല്യങ്ങളുണ്ട് നമ്മളുടെ. അപ്പോൾ ഈ ടെംപ്റ്റേഷനൊക്കെ വരുമ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു പ്രാർത്ഥനാ ജീവിതം കുറച്ചും കൂടി ഒരു യാഥാസ്ഥിതിക അപ്രോച്ചോട് കൂടിയാണ് ഞങ്ങളത് പോകുന്നത്. ഈ ഒരു പലപ്പോഴും നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യാൻ, ഡൈല്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസം പിന്നെ പടിയിറങ്ങി പോവുക. നമ്മൾ വിട്ടുവീഴ്ചയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഠിനമാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇപ്പോഴും. ഈ പിള്ളേർ വളരുന്നതനുസരിച്ച് അവരുടെ പ്രാർത്ഥനാ ജീവിതം. ഇപ്പം പേഴ്സണലി ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം വായിക്കുന്നത് ബൈബിൾ ആയിരിക്കണം. എനിക്ക് നിർബന്ധമുണ്ട് ബൈബിൾ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ വലിയ പേപ്പർ എന്തെങ്കിലും കിടന്നാലും അങ്ങോട്ടൊന്നും ഞാൻ നോക്കില്ല. അതൊക്കെ അവഗണിച്ച് ഞാനവിടെ പോകും. മുട്ടയിൽ നിന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കുറേ സ്തുതിപ്പം എല്ലാം കഴിഞ്ഞ് എൻ്റെ ബൈബിൾ എടുത്ത് വായിച്ച് ബൈബിൾ ആയിരിക്കണം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ആദ്യം ഓരോ ദിവസവും വായിക്കുന്നതെന്ന് എനിക്കത് നിർബന്ധമുണ്ട്. പിള്ളേരെല്ലാവരും ഇതുപോലെ തന്നെ എല്ലാവരും രാവിലെ ബൈബിൾ വായിക്കും. പിന്നെ വേറൊരു കാര്യം നിർബന്ധമായിട്ട് ഞാൻ ചെയ്യണം, ഒരു ദിവസം ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും, ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതലെടുക്കും, ചിലപ്പോൾ അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ട് അത് ഷെയർ ചെയ്യും. ഞാൻ തന്നെയാണ് മിക്കവാറും അത് പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ ഇപ്പം ജാക്കിനെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് തുടങ്ങി, ചിലപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു അവസരം കൊടുക്കും. പിന്നെ നമ്മൾ അതിനോട് കൂടി ചേർന്ന് പറയും. അന്നത്തെ ആ ജീവിത സാഹചര്യങ്ങളും ആ ബൈബിളിൻ്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ കുടുംബത്തിൽ ഈ വചനം ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ആ സാഹചര്യത്തിൽ അതൊരു വലിയ ബലമാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ദൈവത്തിൻ്റെ ഒരു അദൃശ്യ കൈ നമ്മുടെ പുറകിലുണ്ട്. നമ്മൾ ദൈവത്തെ മാനിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ മാനിക്കും. അത് അപ്പോൾ ഈ എല്ലാ രീതിയിലും. പിന്നെ ഇത് കൂടാണ്ട് ഞങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങളുടേതായിട്ട് ഉണ്ട്. അതിലൊരു പ്രധാന കാര്യം, ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങളുടെ വേറൊരു രീതിയിലോ ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല. അത് ബൈബിൾ വായിച്ചാണ് ഞങ്ങളുടെ കുരിശുകാരെ ഓർക്കേണ്ടത്. സാധാരണ നമ്മളിവിടെ ഏറ്റവും അവസാനം ചെയ്യാറ്. ഞങ്ങൾ ചെയ്യണത് ആദ്യം സുവിശേഷ വെളിച്ചത്താൽ ഇതൊക്കെ പാട്ടൊക്കെ പാടി ബൈബിൾ വായിച്ച് ബൈബിളിന്റെ അർത്ഥം പറഞ്ഞ് കുറെ നേരം എല്ലാം ബൈബിൾ വായിക്കും. ഇവരെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് വായിക്കും. ഇപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചൊരു വിശദീകരണം കൊടുക്കും. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഡിസ്കസും ചെയ്യും. ടീം വർക്ക് അവിടെയുണ്ട്. അപ്പം അങ്ങനെ വായിക്കുമ്പോൾ ഇവർക്കൊക്കെ ബൈബിളൊക്കെ ഒരുമാതിരി ഏത് ഭാഗം ചോദിച്ചു കഴിഞ്ഞാലും ബൈഹാട്ടാ. ജാക്കിനൊക്കെ അവിടുത്തെ ഈ എന്തെങ്കിലും ഇതൊക്കെ എഴുതുമ്പോൾ 50 ബൈബിൾ സെന്റൻസ് ഒക്കെ ഇങ്ങനെ ഇത്ര മിനിറ്റ് കൊണ്ടൊക്കെ എഴുതി പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അതല്ലേ ജാക്കാണ് ഈ പറഞ്ഞത്. ജിജേട്ടൻ നേരത്തെ പറഞ്ഞിരുന്ന പ്രസംഗം കൺക്ലൂഡ് അതിന്റെ ഒരു എങ്ങനെ ജാക്കിയത് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു? എന്താ അങ്ങനെ ഇൻസ്പിറേഷൻ? തീർച്ചയായിട്ടും ഫാമിലിയിൽ നിന്ന് കിട്ടിയൊരു ഒരു ആത്മീയ ബോധ്യം ഉണ്ടെന്ന് അറിയാം. എന്നാലും അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെ പറയാൻ തോന്നി? ഗോഡായിരുന്നു ആ ബ്ലെസ്സിങ് എനിക്ക് തന്നത്. ഗോഡിനെ തിരിച്ചു കൊടുക്കാനായിട്ട്, ഗോഡിനെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു. ചിലരുടെ അത് അക്സെപ്റ്റ് ചെയ്തില്ല, ചെയ്യാത്തവരുണ്ട്. ശരിയാണ് അങ്ങനെ പറഞ്ഞു. നമ്മൾ പക്ഷെ വിട്ടില്ല. വിട്ടുക അല്ലേ? അതാണ് നമ്മുടെ ഒരു, അതായത് നമുക്ക് നമ്മുടെ മനസ്സിലൊരു കൺവിക്ഷൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്താലും നമ്മൾ അതിനകത്ത് പുറകോട്ട് പോകില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ എനിക്കിത് ഉറപ്പായി. കാരണം ഞാൻ കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ചോദ്യമില്ല. ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ യാഥാസ്ഥിതികമായിട്ടുള്ള നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ ഒരു പശ്ചാത്തലം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇടയ്ക്ക് പറഞ്ഞു പോയത്. അതായത് അത് ആ ഒരു തലത്തിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നുള്ളത്. നമ്മൾ ഒരു 24 hours ഇത് ചെയ്യും. ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. ആഴ്ചയിലല്ല, 3 മാസം കൂടുമ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ഉണ്ട് അവർക്ക് 2 weeks. ആ സമയത്ത് നമ്മൾ ഒരു ദിവസം ഞങ്ങളുടെ ഡ്യൂട്ടിയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി 24 hours നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ വീട്ടിൽ ഒരു ചെയർ ഇട്ടിട്ട് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യും അത് ഗോഡ് അവിടെ, ജീസസ് അവിടെ ഉണ്ട്. എന്നിട്ട് ഇപ്പം ബൈബിൾ റീഡിങ്ങും ഫുൾ ടൈം നമ്മൾ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഭയങ്കര ഇൻട്രസ്റ്റ്. അത് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. സ്കൂൾ അടയ്ക്കുമ്പോൾ ഇവർ ചോദിക്കും ഡേവിഡ് ജീസസ് എന്നാ ചെയ്യണമെന്ന് ചോദിക്കും. ഇവർക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അന്നേരം കിട്ടുന്ന പിള്ളേർക്ക് ആ ബോധ്യം അവരുടെ ആഴത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെയറൊക്കെ അലങ്കരിച്ച് അവിടെ വെക്കും. ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമായിട്ട് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യും. അവിടെ തന്നെ കിടക്കുന്നത് നിലത്താണ് ആ ഒരു ദിവസം.
എവിടെന്നെങ്കിലും കണ്ടോ കേട്ടോ നമുക്ക് തന്നെ തോന്നിയില്ല. അതിനുശേഷം നമ്മൾ വേറെ പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ടോക്ക് കേട്ടപ്പോൾ അവരും ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ എവിടെ ടോക്ക് കേട്ടപ്പോൾ ഇങ്ങനെ വേറെ ആരോ ദാനിലക്ഷൻ അങ്ങനെയാണെന്ന് ഒരു ചെയർ ഈശോയ്ക്ക് വേണ്ടി സങ്കല്പിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് അന്നേരം കിട്ടിയ ഒരു ഇതിലാണ് അതങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് പിള്ളേർക്കും അത് വളരെ ഒരു ഇതായി, ഇവരെ വിശ്വാസം വളരെ ആഴത്തിലായി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചില സമയത്ത് നോയമ്പ് കാലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ വോളണ്ടിയർ ആയിട്ട് എടുക്കുന്ന നോയമ്പിൽ ഞാൻ പറയും, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ പറയും ഇന്നൊരു ദിവസം ഞാൻ എന്നത് കഴിക്കുക. ഞാൻ കഴിച്ചാൽ പോലും പിള്ളേർ കഴിക്കില്ല. കാരണം പിള്ളേർ എന്നെക്കാൾ കൺസർവേറ്റീവായി. നമുക്ക് ഇത് വളരെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. നമുക്കെല്ലാം മാതൃകയാക്കാൻ പറ്റുന്നതാണ്. കാരണം ജിബിച്ചേട്ടൻ പറയായിരുന്നു, വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ, പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ ഞാനൊരു കൺസർവേറ്റീവാണ്. അത് ഞാനൊരു യാഥാസ്ഥിതിനാണ് സമ്മതിക്കുകയാണ്. അത് നമുക്ക് എല്ലാ കുടുംബങ്ങൾക്കും വലിയൊരു മാതൃകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഒരു ഡേ വിത്ത് ജീസസ് ഫാസ്റ്റിങ്ങോട് കൂടിയുള്ള ഒരു ദിവസത്തെ പ്രാർത്ഥന, ഇതൊക്കെ ആണ് ഇങ്ങനെയുള്ള ഈ ഒരു കുടുംബത്തെ ഇങ്ങനെ ബലവത്താക്കി നിർത്തുന്നുള്ളതാണ്. അപ്പോൾ ജിബിച്ചേട്ടാ, കവിത ചേച്ചി, പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി സന്തോഷം ഇതുപോലെ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാൻ പറ്റിയതിൽ. ധാരാളം ഇനിയും നന്മകൾ ഒത്തിരി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇതുപോലെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് ഇനിയും പോകട്ടെ. ജിബിച്ചേട്ടൻ എനിക്ക് സൂചിപ്പിച്ച പോലെ ഈ മക്കളിലൂടെ ഇനിയും ഇതിങ്ങനെ ഒരു ചെയിനാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നമുക്ക് കിട്ടി, നമ്മളത് കൃത്യമായിട്ട് കൈമാറി കൊടുക്കുന്നു. ഇനി ഇവരിലൂടെയും അത് മുമ്പോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തരട്ടെ. പ്രത്യേകിച്ച് മക്കൾക്ക്, ജിബിച്ചേട്ടനും കവിത ചേച്ചിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ദൂരെ ആയിരുന്നാലും ഈ ഒരു ഈശോയുടെ സാക്ഷിയായിട്ട് മുമ്പോട്ട് പോകാൻ എല്ലാ നന്മയും നൽകട്ടെ. നമ്മൾ കാർലോ ടിവിയുടെ കൂടെ ഇത്ര നേരം നമ്മുടെ കാത്തലിക് കഫേയിൽ ഉണ്ടായിരുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജിബിച്ചേട്ടനും കവിത ചേച്ചിയും, കോതമംഗലം കത്തീഡ്രൽ ഇടവക്കാരാണവർ, പുളിക്കൽ കുടുംബാംഗങ്ങൾ. ഇവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കാണുകയായിരുന്നു. എത്ര തീഷ്ണതയോടുകൂടിയാണ് നാട്ടിൽ ദൂരെയാണെങ്കിലും ഇവരുടെ വിശ്വാസം ജീവിക്കുന്നത്. നമുക്കൊക്കെ ഇത് മാതൃകയാവട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും കാർലോ ടിവിയുടെ കാത്തലിക് കഫേയിൽ നിന്നും ഇവർക്ക് നൽകുകയാണ്. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.